ഞാനിന്നിവിടെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിനു വേണ്ടി 3/4 കിലോ ചിക്കൻ കഴുകി വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. സിമ്പിൾ മാരിനേഷനാണ്. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 3/4 ടീസ്പൂൺ ഉപ്പിടാം, 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ബട്ടർ ചിക്കൻ ഒരുപാട് എരിവുള്ളതല്ല, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിൾ ടൈപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഇതെല്ലാ കഷ്ണങ്ങളിലും മസാല പിടിക്കുന്ന തരത്തിൽ പിരക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ നിരത്തി കൊടുക്കാം. ഈ ചിക്കൻ അധികം ക്രിസ്പി ആവണ്ട കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതിനുശേഷം ഗ്രേവിയിലിട്ട് ഒന്നുകൂടി വേവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ ഇനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗവും കളറൊന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ കളറെല്ലാം അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഒരു ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ഫ്രൈ ആവേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതുപോലെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. ഏറ്റവും ടേസ്റ്റ് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർക്കണം. സവാള ചേർക്കുന്നതിന് മുമ്പേ എണ്ണ ഒഴിക്കരുത്. സവാള ഏത് ഷേപ്പിലും വലുപ്പത്തിലും അരിയാം, കാരണം നമ്മളിത് മിക്സിയിൽ അരക്കേണ്ടതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളിയും റഫായി തന്നെ അരിഞ്ഞതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് മൂടി വേവിക്കാം. അധികം വേവരുത്, ഒരു ഹാഫ് കുക്കാവുകയേ വേണ്ടൂ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. മൂടി തുറന്ന് നോക്കാം. കണ്ടില്ലേ, തക്കാളിയും സവാളയും അധികം വെന്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 25ഓളം അണ്ടിപ്പരിപ്പ് ചേർക്കാം. അതും കൂടി ഒന്ന് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അല്പനേരം വെന്ത് വരട്ടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് വേണം അരച്ച് പേസ്റ്റാക്കാൻ. ഇനി ഇത് സ്മൂത്തായി അരച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിവിടെ അരിക്കുന്നില്ല. കുരുവും തൊലിയുമൊക്കെ നല്ലോണം അരിഞ്ഞു കിട്ടും, അതുകൊണ്ടാണ് അരിക്കാത്തത്. അപ്പോൾ ഇത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരട്ടെ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം.
ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇടുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. ബട്ടർ മെൽട്ടായാൽ കുറച്ച് കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കസ്തൂരി മെത്തി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതും കൂടി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതിയാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും തീ കൂടരുത്, കൂടിയാൽ അടി പിടിക്കും. ഇനി നമുക്ക് അരച്ച പേസ്റ്റ് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതല്പം തീ കൂട്ടി തിളപ്പിച്ചെടുക്കണം. പേസ്റ്റ് ഒഴിച്ച ബൗളിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതല്പം തീ കൂട്ടി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഗ്രേവിക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഇതിന് ഇത്തിരി ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഗ്രേവി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇടാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനിവിടെ ഇടുന്നുണ്ട്. അല്പം കസ്തൂരി മേത്തി ഇടാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.